ഹായ് ഗായ്സ്, അങ്ങനെ ദേ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നേ വയ്യാങ്കര ടൂറിസം കാണാൻ വേണ്ടിയിട്ട്. ഇതതിൻ്റെ പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ. ഇവിടുന്ന് ദേ ഇങ്ങനൊരു കുത്തനെ ഒരു ഇറക്കമാണ് കേട്ടോ ഉള്ളത്. അങ്ങനെ ഇറക്കം ഇറങ്ങി താഴെ ചെന്ന് നമ്മൾ ചെയ്യേണ്ട അവിടുന്ന് എൻട്രി പാസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് 50 രൂപ വെച്ചിട്ടായിരുന്നു. ഞങ്ങൾ 6 പേർക്കും കൂടെ 300 രൂപയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ ആദ്യം ചെല്ലുമ്പോൾ തന്നെ നമുക്കൊരു വിഷ്വൽ എഫക്റ്റ് ആണ് കേട്ടോ. ഒരു റിയാലിറ്റി ഷോയാണ്. അതിൽ ആദ്യം തന്നെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കുറേ കാര്യങ്ങളാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് ഡേ ആയിഷിൻ്റെ ടേണായിരുന്നു കേട്ടോ. പക്ഷേ ആയിഷിന് നിന്നോണ്ട് കാണാൻ പേടിയായതുകൊണ്ട് ഇരുന്നുകൊണ്ടാണ് കേട്ടോ പുള്ളി കണ്ടത്. പക്ഷെ നമുക്ക് പേടിക്കാനുള്ളതൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ അതുപോലെയുള്ള കുറേ ഐറ്റംസ് ആയിരുന്നു ഉള്ളത്. പിന്നെ അതേ ഞങ്ങൾ പോയിട്ടുള്ള അവിടുത്തെ അക്യൂറിയത്തിലേക്കാണ് കേട്ടോ. കുറേ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടായിരുന്നേ അക്യൂറിയത്തിൽ. ശരിക്കും ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇവിടെ കുഞ്ഞുങ്ങളായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ഈവനിങ് വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ. ആൾക്ക് അവിടെ ആദ്യം കയറാൻ പേടിയുണ്ടായിരുന്നു ആയിഷ്, പക്ഷെ പിന്നെ ആൾ സെറ്റായിട്ടുണ്ട് കേട്ടോ. ആളുടെ പിന്നെ ചാട്ടമാണ് കേട്ടോ ഇതും ഫുള്ള്. അങ്ങനെ അതെ ഇവിടെ ഒരു ഓപ്പൺ ജിമ്മ് പോലൊരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ പോയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് പരമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ അമ്മ വില്ലൊക്കെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വെച്ചിട്ട് ഞങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ ഒക്കെ വലിയ തിരക്കില്ല കേട്ടോ. നമ്മൾ ചെന്ന ടൈം കുറച്ച് നേരത്തെ ആയിരുന്നു കേട്ടോ. നമ്മളൊരു 1 മണിയൊക്കെ എനിക്ക് തോന്നുന്നു 1 മണി 2 മണി എന്തോ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ ചെന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു 3-3:30 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് മതി കേട്ടോ. അതുവരെ അവിടെ ഒരു ചെറിയ വെയിലൊക്കെയാണ്. അവിടെ ചെന്നപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ട്രെയിനകത്ത് കളിക്കുകയാണ്. ഇതിൻ്റെ ബാക്കി കുറച്ച് വീഡിയോസും കൂടെ ഉണ്ട് കേട്ടോ. അത് അടുത്ത വീഡിയോയിലിടാമേ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.